ഹായ് ഹലോ നമസ്കാരം. മല്ലു മലയാളി കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ്. നമ്മുടെ സദ്യയിലൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ്. അവിയൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ ചേന നീളത്തിൽ കട്ട് ചെയ്ത് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അവിയലിന് എപ്പോഴും കഷ്ണങ്ങളെല്ലാം നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങാണ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെയുള്ളത് കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പച്ചപ്പയറാണ്. പച്ചപ്പയർ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വാഴയ്ക്ക ഇതുപോലെ തൊലിയെ കളഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സാമ്പാറിലെടുക്കുന്ന നമ്മുടെ വഴുതനങ്ങയാണ്, അത് നീളത്തിൽ കട്ട് ചെയ്തത്. പിന്നെ മുരിങ്ങക്കായ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത്. പിന്നെ 4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. വൈറ്റ് കളറായിട്ട് ഉണ്ടാവുന്നത് മാത്രം, അത്രയേ ഉള്ളൂ. പിന്നെ 1 ടീസ്പൂണോളം ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇളക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് വയ്ക്കുന്നത്. ഓക്കെ, ഇത്രയും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഏകദേശം 1 കപ്പോളം ഉണ്ട്. നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഇതിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ഞാൻ ഇവിടെ ചിരകിയത്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 6-7 ചെറിയ ഉള്ളി അതിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയ ഉള്ളി ചെറുതാണെന്നുണ്ടെങ്കിൽ 10 ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. അരയ്ക്കേണ്ട, നമുക്ക് വെറുതെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതാണ്ടോ ചമ്മന്തിക്ക് അരയ്ക്കുന്ന പോലെ ഏകദേശം താണ്ടോ തരിയോടെ ഈ ഒരു ലെവലിൽ മതി. ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് പരിവായിട്ടുണ്ടാവും വിചാരിക്കണം. ഓക്കെ, ഇതാണ്ടോ വെള്ളമൊക്കെ വറ്റി സംഭവം സെറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഓക്കെ, സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചേനയൊന്ന് വെന്തിട്ടാന്ന് നോക്കാം. ചേന വെന്താൽ തന്നെ നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ആണോ, ചേന നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഓക്കെ, സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും മതി. ഇതുണ്ടോ, വെള്ളം ഏകദേശം ഒരു പൊടിക്ക് വെള്ളമുണ്ട്. അത് കുഴപ്പമില്ല, അതിരുന്നോട്ടെ. അത് അത്യാവശ്യം ഫുള്ളായി ഡ്രൈ ആവേണ്ട, കുറച്ച് വെള്ളം വേണം. നമുക്ക് ഇതിലേക്ക് ഇനി തേങ്ങ അരച്ച് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് 1/2 കപ്പോളം തൈര് ചേർക്കുന്നുണ്ട്. അത്യാവശ്യം കട്ടിയുള്ള പുളി കുറവുള്ള തൈരാണ് ഞാൻ അവിടെ ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തൈരെല്ലാം ഒന്ന് നമ്മുടെ പച്ചക്കറികളിലേക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ. ഇത്രയും മതിയാവും. ഇതുണ്ട്, ഒക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഇതുണ്ടാക്കാൻ. ഓണത്തിന് സദ്യയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്